സോ ഹായ് ഓൾ, വെൽക്കം ടു റേസ് ഏക്കൻ. നിങ്ങളുടെ സ്വന്തം എ കെ ആണ്. ഫിസിക്സ് ആണ് എൻ്റെ സബ്ജക്റ്റ്, എല്ലാവർക്കും അറിയാലോ. ഫിസിക്സ് എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ അവർക്ക് ഫിസിക്സിലെ ഒരു കാര്യം ഭയങ്കര ഇഷ്ടക്കേടാണ്. ഏതാണ് ആ കാര്യം? ഫിസിക്സിലെ പ്രോബ്ലംസ്. മക്കളെ, നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് വെച്ചോളൂ. നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായ എല്ലാ കാര്യങ്ങളും നമ്മളിതാ ഈ ചാനലിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ ഞാൻ തുടരുകയാണ്. ഫിസിക്സിലെ പ്രോബ്ലംസ് കട്ടിയാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫിസിക്സിലെ ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്ന അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിക്കാം. ശേഷം 1 by 1 ആയിട്ട് ഓരോ പ്രോബ്ലം നമുക്ക് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? പ്രോബ്ലംസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഇക്വേഷൻസും. നമ്മുടെ ആദ്യ ചാപ്റ്റർ ഏതാണ്? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലേ, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങളാണ്. ഇതിൽ 5 സെഷൻ ഉണ്ട്. 5 രീതിയിൽ 5 ഭാഗത്തുനിന്ന് എന്ത് ചോദിക്കാം? പ്രോബ്ലം ചോദിക്കാം. ഒന്നാമത്തെ ഭാഗം വരുന്നത് നമ്മുടെ ഈ ഒരു ചോദ്യമാണ്. എന്നറിയാവോ? I ഈസ് ഈക്വൽ ടു Q ബൈ ടി. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഇവിടെ എന്തൊക്കെയായി എന്ന് പറഞ്ഞാൽ കറണ്ടാണ് അല്ലേ, ചാർജും സമയവും. മിക്കവാറും ഒരു സെക്കൻഡിൽ 10 കൂളോം ചാർജ് കടന്നു പോകുന്നു, അപ്പോൾ ഉള്ള കറണ്ടാണ് ചോദിക്കുക. ഓക്കെ, 5 കൂളോം ചാർജ് ഈസ് പാസിങ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. അപ്പോൾ എത്രയാണ് എമൗണ്ട് ഓഫ് കറണ്ട്? അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇവിടുന്ന് തന്നെ ക്യൂവിൻ്റെ ഇക്വേഷൻ കാണാൻ ചോദിക്കും, ചിലപ്പോൾ ടിയും ചോദിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടുന്ന് ക്യൂവിൻ്റെ ഇക്വേഷൻ കാണാൻ ടീനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ക്യൂ ഈസ് ഈക്വൽ ടു I ഇൻറ്റു ടി എന്നാണ് കിട്ടുക. ഇനി ടി ആണ് കാണണമെങ്കിലോ ടീനെയും ക്യൂവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, I ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആണെങ്കിൽ എങ്ങനെ നമ്മൾ മാറ്റി എഴുതുക? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ മതി. എങ്ങനെ കിട്ടും? ടി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ I എന്ന് കിട്ടും. ഇതിലേതും ചോദിക്കാം. ഇതാണ് ഫസ്റ്റ് സെഷൻ. ഇവിടെ തന്നെ ഭൂരിപക്ഷ കുട്ടികളും സ്കിപ്പ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ഒരു ലൈൻ ബൈ ലൈൻ മാത്രമുള്ള ഒരു ചെറിയൊരു സംഭവമാണ് W ഈസ് ഈക്വൽ ടു ക്യൂ വി എന്നൊരു ഇക്വേഷൻ കൂടിയുണ്ട്. ഓർത്ത് വയ്ക്കണം. എന്താ W എന്ന് പറഞ്ഞാൽ? വർക്കാണ് അല്ലേ, പ്രവൃത്തിയാണ്. പ്രവൃത്തി തരുന്നു, അതേപോലെ ചാർജിൻ്റെ ഇത് തരുന്നു, ചാർജിൻ്റെ അളവ് തരുന്നു, കൂടാതെ എന്ത് തരുന്നു? പൊട്ടൻഷ്യൽ വ്യതിയാനം, വോൾട്ടേജും തരുന്നു. സോ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ചിലപ്പോൾ ക്യൂ കാണാൻ വേണ്ടി ചോദിക്കും. എന്ത് ചെയ്താൽ മതി? വിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ക്യൂ ഈസ് ഈക്വൽ ടു WY ബൈ വി എന്ന് കിട്ടും. ഇനി വി ആണ് കാണണമെങ്കിലോ ക്യൂവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ. അപ്പം W ബൈ ക്യൂ ഈസ് ഈക്വൽ ടു വി എന്നും കിട്ടും. ഇതാണ് ഒരുപാട് തവണ ചോദിച്ച ഇക്വേഷൻ. W ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു W ബൈ ക്യൂ കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്താണ്. ഇനി മൂന്നാം സെഷൻ ഞാൻ പറയേണ്ട കാര്യമല്ല, അത് ജൂൾസ് ലോ ആണ്. 3 ഇക്വേഷൻസ് ഉണ്ട് ജൂൾസ് ലോയിൽ. H ഈസ് ഈക്വൽ ടു I സ്ക്വയർ ആർ ടി, H ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ, H ഈസ് ഈക്വൽ ടു വിറ്റ് വി ഐ ടി. ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്, ജൂൾസ് ലോയിൽ പഠിക്കുന്നത് അല്ലേ. ജൂൾസ് ലോൻ്റെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ പഠിക്കാൻ പറ്റിയതാണെന്ത്? പവറിൻ്റെ ഇക്വേഷൻ. പവറിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ജൂൾസ് ലോയിൽ നിന്നും ടി എന്ന് പറയുന്ന ഫാക്ടർ ഒഴിവാക്കിയാൽ നമുക്ക് ആര് ഇക്വേഷൻ കിട്ടും? പവറിൻ്റെ ഇക്വേഷൻ കിട്ടും. പവർ ഈസ് ഈക്വൽ ടു I സ്ക്വയർ ആർ ഇൻറ്റു ടി ആണെങ്കിൽ ആരായി? ജൂൾസ് ലോ ആയി. പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, പവർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു I. കൂടാതെ പവറിൻ്റെ മറ്റു 2 ഇക്വേഷൻ കൂടി ഉണ്ട്, 2 അല്ല 3 ഉണ്ട്. നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ്? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ചോദിക്കാറുണ്ട്, പവർ ഈസ് ഈക്വൽ ടു ഹീറ്റ് ബൈ ടൈം ചോദിക്കാറുണ്ട്, പവർ ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം ചോദിക്കാറുണ്ട്. ഇങ്ങനെ പവറിന് മൊത്തം 6 ഇക്വേഷൻസ് ഉണ്ട്. ഇത് മാത്രമാണ് കുട്ടികൾ പഠിച്ചു വെക്കുക. ഇതും നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. ക്ലിയർ ആണല്ലോ? സോ പവറിൻ്റെ ഇക്വേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പഠിക്കുന്ന 6 ഇക്വേഷൻസ് ആണ് റെസിസ്റ്റേഴ്സിൻ്റെ ഇക്വേഷൻ ആണ്. സോ സീരീസും പാരലലും ഉണ്ട്, ശ്രേണിയും സമാന്തരവും ഉണ്ട്. സീരീസ് ആണെങ്കിൽ, അതായത് ശ്രേണിയാണെങ്കിൽ ഏതാ ഇക്വേഷൻ? R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര എന്നിങ്ങനെ എഴുതുക ചെയ്യാം. ഇതിൽ തന്നെ ഒരേ വിലയുള്ള ധാരാളം അല്ലെങ്കിൽ ഒരേ വിലയുള്ള ഒരു 100 പ്രതിരോധം തന്നിരിക്കുന്നു. അപ്പോൾ സഫല പ്രതിരോധം ഒരേ വിലയുള്ളതാണെങ്കിൽ, ഇത് വ്യത്യസ്ത വിലകളാണ്. ഒരേ വിലയുടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? R ഈസ് ഈക്വൽ ടു N ഇൻറ്റു സ്മോൾ r. ഇവിടെ R എന്ന് പറഞ്ഞാൽ സഫല പ്രതിരോധം, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. N എന്ന് പറഞ്ഞാൽ ആകെ എത്ര എണ്ണം ഉണ്ട്, നമ്പർ.
ഈ സ്മോൾ ആർ എന്താ? തന്നിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, പ്രതിരോധത്തിൻ്റെ വില. ഇപ്പോൾ 10 ഓമിൻ്റെ 100 എണ്ണം ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? 100 × 10 ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. ക്ലിയർ ആണല്ലോ? സോ ഈ രീതിയിൽ ഈ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആദ്യം നമ്മൾ ഇക്വേഷനൊക്കെ ഒന്ന് പരിചയപ്പെടുത്താണ്. ശേഷം ഞാൻ എന്തിലേക്ക് കടക്കും? പ്രോബ്ലം സെഷൻ കിടക്കും. ഓക്കെ ആണല്ലോ? ഇനി പാരലൽ സമാന്തരമാണെങ്കിലോ അവിടെ നമ്മൾ 3 ഇക്വേഷൻ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഈ ഇക്വേഷനാണ് സഫല പ്രതിരോധം 1/R = 1/R1 + 1/R2 + 1/R3 ആണ് നമ്മുടെ ഇക്വേഷൻസ്. ശരിയല്ലേ? ഇനി അതേ സമയത്ത് ഇത് നമ്മളിതാ 2 എണ്ണം ഉള്ളൂ വിചാരിക്കും. ഇവിടെ 3 എണ്ണം ഉണ്ടല്ലോ. 2 എണ്ണം ഉള്ളൂ എങ്കിൽ നമുക്ക് ഏതാ ഇക്വേഷൻ? R = R1 R2 R1 + R2 ഇങ്ങനെ വരാറുണ്ട്. ഇനി ഇതേപോലെ ഒരേ വിലയുള്ള സെയിം വാല്യൂ ഏതൊരു ഡെഫിനിറ്റ് നമ്പർ തരുന്നു. അപ്പം നമ്മളെന്താ ചെയ്യുക? അപ്പം നമ്മൾ കാണാം R = R/N ആണ്. മറന്നു പോകരുത്. R = r/N ആണ്. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധം, റെസിസ്റ്റൻസിൻ്റെ വില, തന്നിരിക്കുന്ന വിലയാണ്. ഓക്കെ, കിട്ടിയല്ലോ? അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 2ാമത്തെ ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2ാമത്തെ ചാപ്റ്ററിൽ പ്രോബ്ലംസ് ഇല്ല. ഓക്കെ, അതിൽ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 3ാമത്തെ ചാപ്റ്റർ ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇവിടെ 2 സെഷനേ ഉള്ളൂ. ഫസ്റ്റ് സെഷൻ ഏതാണ്? നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ VS/VP = NS/NP അവിടെ IP പറയുമ്പോൾ അല്ല I പറയുമ്പോൾ ഇവിടെ രണ്ടും VS-ഉം NS ഒക്കെയാണ് മുകളിൽ വരാം. ഇവിടെ മാത്രം ആര് മുകളിലേക്ക് വരും? IP ആണ് മുകളിൽ വരിക. IP/IS എന്നായിട്ട് മാറും. ഇത് ട്രാൻസ്ഫോമർ ഇക്വേഷനാണ്. ഓക്കെ തന്നെ. ഇവിടെ തന്നെ നിങ്ങൾ ട്രാൻസ്ഫോമർ പവർ കാണാൻ വേണ്ടി പവർ = V × I എന്നുള്ള ഇക്വേഷനും പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ മറ്റൊരു ഇക്വേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എനർജി ഇൻ kWh ചോദിക്കും. അതായത് ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് തരുന്നു, എന്നിട്ട് അവരാകെ വർക്ക് ചെയ്യുന്നു, അല്ല വർക്ക് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന എനർജിയുടെ ഉപയോഗം എത്ര എന്ന് ചോദിക്കും. അപ്പം നമ്മൾ എങ്ങനെ ഇക്വേഷൻ കാണുക? ടോട്ടൽ പവർ അല്ലെങ്കിൽ പവർ ഇൻ കിലോവാട്ട്. ടോട്ടൽ പവർ ഇൻ കിലോവാട്ട്, കിലോവാട്ടിലുള്ള ആകെ പവർ ഇൻറ്റു ടൈം ഇൻ ഹവർ, മണിക്കൂറിലുള്ള സമയം /1000. ഇത് ഭയങ്കര സിമ്പിളാണ്. സോ ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. സോ 3ാം ചാപ്റ്ററിൽ നിന്ന് ഈ 2 ഇക്വേഷൻസ് ആണ് ചോദിക്കാറുള്ളത്. 4ാം ചാപ്റ്ററിലേക്ക് കടന്നാൽ 4ാം ചാപ്റ്റർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ഇവിടെ നമുക്ക് രണ്ട് സെഷനാണ് മെയിൻ ആയിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് 3 സെഷൻ പറയാൻ പറ്റും. ഫസ്റ്റ് സെഷൻ ഏതാണ്? നമ്മുടെ മിറർ ഫോർമുല ഏതൊക്കെയായിരുന്നു? 1/F = 1/U + 1/V ആണ് മിറർ ഫോർമുല. നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ സാധിക്കും? F = 2ാമത്തെ ആൾ ആദ്യം എഴുതുക V, ആദ്യത്തെ ആൾ U / U + V. അതെങ്ങനെ വേണേൽ എഴുതാൻ പറ്റും, പ്ലസ് ആയതുകൊണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ നിന്ന് നമ്മൾ യുവിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി V ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? 1/F - 1/V = 1/U എന്ന് കിട്ടും. അപ്പോൾ എന്താ യുവിൻ്റെ വാല്യൂ? U = 2ാമത്തെ ആൾ VF/V - F. എങ്ങനെ എഴുതിയത്? 2ാമത്തെ ആൾ ഇൻറ്റു ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആൾ മൈനസ് ആദ്യത്തെ ആൾ. ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിരിക്കും. ഇവിടുന്ന് 1/V കാണാൻ വളരെ എളുപ്പമാണ്. V കാണാൻ വേണ്ടി യുവിനെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് പറയാൻ പറ്റും 1/V = 1/F - 1/U ആണ്. അപ്പോൾ V = 2ാമത്തെ ആൾ U ഇൻറ്റു F രണ്ടാമത്തെ ആൾ മൈനസ് ആദ്യത്തെ ആൾ. സോ ഇത് നിങ്ങൾ പഠിച്ച് വെക്കുക. വളരെ പ്രധാനപ്പെട്ട 3 ഇക്വേഷൻസ് ആണ്. ഇതാണെന്ത്? മിറർ ഫോർമുല. ശരിയല്ലേ? ഇനി ഇവിടെ മാഗ്നിഫിക്കേഷനിലെ ചോദ്യങ്ങൾ ചോദിക്കും. ഏതാണ് മാഗ്നിഫിക്കേഷൻ ചോദിക്കുക? മാഗ്നിഫിക്കേഷൻ 2 ഇക്വേഷൻസ് ഉണ്ട്. HI/H ഇക്വേഷൻ ഉണ്ട്. ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആവർത്തനം കണ്ടുപിടിക്കാൻ സാധിക്കും. മറ്റൊരു ഇക്വേഷനാണ് M = HI/H കഴിഞ്ഞാൽ അടുത്ത ഇക്വേഷൻ -V/U -V/U. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ഉണ്ട്. മിറർ തരുന്നു. മിറേഴ്സ് തന്നതിന് ശേഷം നമ്മളോട് ചോദിക്കും അവർ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ. N = 360/θ - 1. ഈ ഒരു ഇക്വേഷനും ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷനാണ്.
ക്ലിയർ ആണല്ലോ. ഇനി ഏതാ ചാപ്റ്റർ? അഞ്ചാമത്തെ ചാപ്റ്ററാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്, പ്രകാശത്തിൻ്റെ അപവർത്തനം. ഇവിടെ സെയിം സിറ്റുവേഷൻ. ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്ന് റിലേറ്റീവ് ആണ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആപേക്ഷിക അപവർത്തനാങ്കം. ആപേക്ഷിക അപവർത്തനം കാണുന്ന ഇക്വേഷൻ ഏതാണ്? നോക്കൂ, നമ്മളിങ്ങനെ പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം വിത്ത് സെക്കൻഡ് മീഡിയം, 2 മീഡിയം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് വേണേൽ ചൂസ് ചെയ്യാം അല്ലേ? സോ ഏതാണോ നമ്മൾ കണ്ടുപിടിക്കുക അവിടെ അയാൾ ഫസ്റ്റ് എഴുതണം. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം ജലവുമായി കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുന്ന വിചാരിക്കും. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. ഇതിലെന്ത് എഴുതും? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. മുകളിൽ ആരാണോ ഉള്ളത്, അല്ല രണ്ടാമതാരാണ് തീർന്നത്, ഇവിടെ എൻഡ് ചെയ്ത് രണ്ടാമത്തെ ആളല്ലേ. സോ വാട്ടർ മുകളിൽ എഴുതണം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എന്നാണ് വരിക. കിട്ടിയോ? സോ ഇതാണ് എന്ത്? കേവല ആപേക്ഷിക അപവർത്തനാങ്കം. ഇനി ഏതാണ് ഉള്ളത്? അബ്സല്യൂട്ട് അപവർത്തനാങ്കം ഉണ്ട്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ കേവല അപവർത്തനാങ്കം. ഇതേത് ഇക്വേഷൻ? വളരെ സിമ്പിളാണ്. n=c/v. ഇവിടെ c എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വാക്വം അല്ലെങ്കിൽ എയർ. 3 × 10⁸ ആണ്. എല്ലാം നിങ്ങൾക്ക് ഇവിടെ തരും, ഇക്വേഷനിൽ തരും. ഡോണ്ട് വറി, പ്രോബ്ലത്തിൽ തരും. v എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഏത് മാധ്യമത്തിലാണോ അപവർത്തനം കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ വേഗതയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിളാണ്. ഇവിടെ നിങ്ങൾക്ക് അടുത്ത് ചോദിക്കുന്നത് എന്താണ്? ലെൻസ് ഫോർമുലയാണ്. ഏതാ ലെൻസ് ഫോർമുല? 1/f = 1/v - 1/u ആണ്. ഇവിടെ നിന്ന് എങ്ങനെ f കാണുക? f = രണ്ടാമത്തെ ആൾ u × v ബൈ രണ്ടാമത്തെ ആൾ മൈനസ് ആദ്യത്തെ ആൾ അല്ലേ. ഇവിടുന്ന് നമ്മൾ ആദ്യം v കാണുന്നു. അപ്പോൾ -1/u ആരെയാണ് കൊണ്ടുപോകുന്നത്? -1/u ഇങ്ങോട്ട് മാറി നമുക്ക് എന്താ കിട്ടുക? 1/f + 1/u സമം 1/v എന്ന് കിട്ടും. അപ്പം നമ്മളിങ്ങനെ എഴുതുക v = uf ബൈ u + f. ഭയങ്കര സിമ്പിളാണത്, ശരിയല്ലേ? ഇനി നമുക്ക് ഇവിടുന്ന് യുവിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എഫിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? +f ആയിക്കോട്ടും തന്നെ മാറും, മൈനസ് ആയിട്ട് മാറും. സോ 1/v - 1/f = അല്ലേ, = 1/u എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ. സോ എന്ത് വന്നു? u = f/f - v. ഇതും പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ പഠിക്കാൻ നിങ്ങൾ മുന്നോട്ടേക്ക് പോകരുത്. ഓക്കെ, സെറ്റല്ലേ? ഇത് നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്ന കാര്യമാണ്. ഏതാണ് ലാസ്റ്റ് പറയാൻ പോകുന്ന കാര്യം? ഇങ്ങനെയാണ്, മാഗ്നിഫിക്കേഷൻ. m = hi/ho ആണ് അല്ലേ, അല്ലെങ്കിൽ m = v/u. ഇവിടെ മൈനസ് ഇല്ല കേട്ടോ, അതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ അവസാനം പഠിക്കുന്നതാണ് ലെൻസിൻ്റെ പവറിൻ്റെ ഇക്വേഷൻ. പവർ = 1/f എന്ന് എല്ലാവരും പഠിച്ചു വെക്കുക. പക്ഷേ തെറ്റാണത്, നിങ്ങൾ അങ്ങനെ പഠിക്കരുത്. പവർ = f ഇൻ മീറ്റർ എന്ന് പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് എഫ് എന്തിലാണ് തരിക? സെൻറ്റിമീറ്ററിനാണ് തരിക. ഉറപ്പായിട്ടും മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? /100 ചെയ്താൽ മതി കേട്ടോ. സോ 50 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 50/100 എന്ന് പറഞ്ഞാൽ 0.5 മീറ്റർ എന്നാണ് കിട്ടുക. ആ വാല്യൂ കൊടുത്തു വേണം ഇത് ചെയ്യാൻ. സോ ഇക്വേഷൻ മറന്നു പോകരുത്. പവർ = 1/f ഇൻ മീറ്റർ. സെറ്റാണല്ലോ, ക്ലിയർ അല്ലേ? സോ മക്കളെ, നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്റർ ഏതാണ്? ആറാമത്തെ എന്താണ്? വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് ആണ്. ഇവിടുത്തെ പ്രോബ്ലംസ് ഒന്നും തന്നെയില്ല. ഏഴാമത്തെ ചാപ്റ്റർ എന്താണ്? എനർജി മാനേജ്മെൻ്റ് ആണ്. ഇവിടെ നിങ്ങളൊരു യൂണിറ്റ് മാത്രം പഠിച്ചു വെക്കുക. ഏതാണ്? കലോറിഫിക് വാല്യൂവിൻ്റെ യൂണിറ്റ്. അത് മാത്രം ചോദിക്കാറല്ലോ പ്രോബ്ലം ബന്ധപ്പെട്ടുകൊണ്ട്. kJ/kg ആണ്. അതുകൊണ്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ഇത്രയും സംഭവങ്ങളാണ്, ഇത്രയും പ്രോബ്ലംസ് ആണ്, ഇത്രയേ ഉള്ളൂ 10th പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇനി ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് തരാം? ഓരോരോ പ്രോബ്ലംസ് വേഗം തരാം. സോ എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സോ താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് സെഷൻ. ബൈ.